കൊച്ചു കുഞ്ഞുങ്ങളുള്ള പല വീടുകളിലും ഇന്ന് കേരളത്തിലെ അവസ്ഥ കേബിൾ കണക്ഷൻ താൽക്കാലികമായി കട്ട് ചെയ്തിരിക്കുക എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, അറിയാതെയെങ്കിലും വാർത്താ ചാനൽ വെച്ചു പോയാൽ കുഞ്ഞുങ്ങൾ ഓടി വന്ന് മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, അച്ഛാ എന്താണ് ഈ പീഡനം, അല്ലെങ്കിൽ എന്താണ് ഈ സ്വയംഭോഗം എന്നൊക്കെ. അത്രത്തോളം നിലവാരം തകർന്ന, നിലവാരം കുറഞ്ഞ മസാല വാർത്തകളാണ് ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വാർത്താ ചാനലുകളാകട്ടെ തങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടി എത്ര തരം താണുമുള്ള ന്യൂസുകൾ പച്ചയ്ക്ക് പറയുന്ന ഒരവസ്ഥ. പണ്ടൊക്കെ ഒരു മസാല പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഏപ്പടത്തിലോ ഒക്കെ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാകിസ്ഥാനിലെ ഭീകരരൊക്കെ ഇങ്ങോട്ട് തുഴഞ്ഞു കയറുന്നതിന് മുമ്പ് പാകിസ്ഥാൻ സൈന്യം ഇങ്ങോട്ട് പല റൗണ്ടുകൾ വെടിവെക്കും. ഈ വെടിവെപ്പിൻ്റെ മറവിലാണ് ഈ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. എൻ്റെ ഒരു അതിർത്തിയിൽ ജോലി ചെയ്ത ഒരു മിലിറ്ററിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞ കഥയാണിത്. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. മാധ്യമങ്ങൾ തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുവാൻ പരക്കം പായുന്നു. വാർത്തയുടെ നിലവാരമോ സത്യസന്ധതയോ ഒന്നും തന്നെ അവർക്ക് ബാധകമല്ല. എന്നാൽ മറിച്ചാകട്ടെ ഭരണപക്ഷിയും സർക്കാരുകളൊക്കെ എന്തൊക്കെയോ മറയ്ക്കാനോ എന്തൊക്കെയോ നീക്കുപോക്കൽ ചെയ്യാനോ ഉണ്ട്. അതിന് മറവായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾക്ക് ശേഷം എടുത്ത് വാരി വിതറിയിരിക്കുന്നു. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. ബലാത്സംഗം ചെയ്തയാളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ UP-യിൽ ഒരു യുവതി പരസ്യമായി തുണിയുരിഞ്ഞ് പ്രതിഷേധിച്ചു. കാറിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്ത ആൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടും FIR എടുത്തുവെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല. പല തവണ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങിയ യുവതി അവസാനം നിരാശയായി മാനസികനില തെറ്റി ഈ രീതിയിൽ പ്രതികരിച്ചു. ഈ വാർത്ത കണ്ടപ്പോൾ RR ടോക്സിന് തോന്നിയത് പ്രബുദ്ധമായ കേരളം ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് പീഡനം നടന്നയുടൻ തന്നെ ഒരു യുവതി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല, നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ല? ഈ ഒരു അവസരത്തിനായി കാത്തിരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ വരുന്നത് കള്ളമല്ലേ? ഈ ആരോപണങ്ങളെല്ലാം തന്നെ കളവല്ലേ, പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന ചോദ്യം. ഇവിടെ നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നേരിടുന്ന പരിമിതികൾ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. നമുക്കറിയാം, ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഒരു സ്ത്രീ പറയുന്നു, ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ആരുമായിക്കോട്ടെ ഒരു പ്രമുഖനായ വ്യക്തി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നാൽ ആ സ്ത്രീക്കെതിരെ സമൂഹം ഉന്നയിക്കുന്ന ആരോപണം ആദ്യത്തേത് ഇത് കളവായ പരാതിയാണ്, ഇദ്ദേഹത്തെ മാനസികമായി തകർക്കാനും സമൂഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തുവാനും ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന വാർത്ത കെട്ടിപ്പടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ പ്രമുഖനായ വ്യക്തിക്ക്, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിക്ക് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ രീതിയിൽ ഇത് വളച്ചൊടിക്കുക നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുവനടി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സിദ്ദിഖിനെ പോലെയോ അല്ലെങ്കിൽ മുകേഷിനെ പോലെയൊക്കെ ശക്തരായ ആൾക്കെതിരെ പരാതി കൊടുക്കുവാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം അറിയാമെങ്കിലും അത് മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ ഒരു വാദവുമായി സമൂഹം മുന്നോട്ട് വരുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് എന്നാണ് RR ടോക്സിന് പറയാനുള്ളത്. ഇതിൻ്റെ മറുവശം, ഈ രീതിയിൽ യുവതികൾ കൊടുത്തിരിക്കുന്ന ആരോപണങ്ങളും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതികളും വ്യാജമാണെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടികൾ എടുക്കണം. കാരണം സാഹചര്യം മുതലാക്കി ആരുടെയും വ്യക്തിജീവിതമോ കുടുംബജീവിതമോ തകർക്കുവാനോ മാനഹാനി ഉണ്ടാക്കുവാനോ ആർക്കും അവകാശമില്ല. അത് സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേക അവകാശങ്ങളൊന്നും തന്നെ അങ്ങനെയില്ല. ഈ ആരോപണങ്ങൾ എന്തെങ്കിലും കളവാണെങ്കിൽ അത് തെളിയിക്കപ്പെടണം. അങ്ങനെ കളവായ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെയും നടപടി എടുക്കണം എന്ന് തന്നെയാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. എന്നാൽ RR ടോക്സിന് വ്യക്തമായ ഒരു എതിരഭിപ്രായമുള്ള വിഷയം, എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ സമയത്ത് പ്രതികരിക്കാതെ നിയമ നടപടികൾ സ്വീകരിക്കാതെ ഇങ്ങനെ ഇരുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 2019 ഹേമ കമ്മിറ്റി മുമ്പാകെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും നാളായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയോ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും അതിന് സത്വരമായ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്ത സർക്കാരാണ് ഈ കാലതാമസത്തിലെ പ്രധാന പ്രതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ അല്ലെങ്കിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത കാര്യമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് ഫേസ്ബുക്ക് കമൻറ്റുകൾ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മകളിലെ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, രാത്രി 12 മണിക്ക് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചപ്പോൾ എന്തിനാണ് യുവനടി പോയത്? അപ്പോൾ അവളുടെ സ്വഭാവവും ശരിയല്ല. സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിലെ അടുത്തുള്ള ഹോട്ടൽ മുറിയിൽ വെച്ച് സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ രാത്രിയിൽ വിളിച്ചാൽ അതൊരു തൊഴിലിടമാണ് എന്നാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. ഇവിടെ സമൂഹം കാണുന്ന മറ്റൊരു രീതി, ഇവിടെ പോകുന്ന സ്ത്രീ മാത്രമാണ് കുറ്റക്കാരി, അത് സ്ത്രീയുടെ മാത്രം സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ താൻ ഒരാൾക്കൊരു തൊഴിലവസരം നൽകണമെങ്കിൽ ആ സ്ത്രീ വഴങ്ങണം എന്ന് പറയുന്ന സംവിധായകനോ നിർമ്മാതാവോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ
ഏത് തൊഴിൽ മേഖലയിൽ നിന്നുള്ള വ്യക്തി ആയിക്കോട്ടെ, അവരെയൊക്കെ സമൂഹം ഇപ്പോഴും കുറ്റക്കാരായി കാണുന്നില്ല എന്നാണ് ദയനീയമായ മറ്റൊരു വസ്തുത. അതായത് സ്ത്രീ എന്നത് ഇപ്പോഴും ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് എന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല, സമൂഹം പരിഷ്കൃതമായിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലേക്ക് ദയനീയമായി നിലകൊള്ളുന്നു എന്ന വസ്തുത നമ്മളേവരും മനസ്സിലാക്കണം. ഇനി നേരത്തെ പറഞ്ഞ വിഷയം ഒന്നുകൂടി ആവർത്തിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, ഒരു പരാതി കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിന്നുമൊക്കെ എത്രത്തോളം സപ്പോർട്ടാണ് ആ സ്ത്രീക്ക് ലഭിക്കുക? സിസ്റ്റത്തെ വിടുക. ഇപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാതാപിതാക്കൾ, എത്ര കുടുംബക്കാർ, എത്ര സുഹൃത്തുക്കൾ അത് കേസ് നൽകണം എന്ന് പറഞ്ഞ് ശക്തമായി അവളോടൊപ്പം നിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമൂഹം, സിസ്റ്റം, വ്യക്തി, കുടുംബം എന്നിവയൊക്കെ ഉയർന്ന് ചിന്തിക്കുക, സാഹചര്യത്തിനൊത്ത് പെരുമാറുക എന്ന കാര്യമാണ് ഇവിടെ അത്യന്താപേക്ഷിതമായ കാര്യം. കുടുംബക്കാരാകട്ടെ, സമൂഹമാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, എല്ലാവരും മനസ്സിലാക്കുക, ഒരു കുടുംബത്തിൻ്റെയോ ഒരു കൂട്ടായ്മയുടെയോ എല്ലാം അഭിമാനം ഒരു സ്ത്രീയുടെയും സ്വകാര്യ അവയവത്തിലല്ല ഇരിക്കുന്നത് എന്ന വസ്തുത മനസ്സിലാക്കാത്തിടത്തോളം കാലം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പീഡിപ്പിക്കുന്ന പുരുഷന്മാരെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് ആ സ്ത്രീ ആ സമയത്ത് അവിടെ പോയത് എന്ന ചോദ്യം വീണ്ടും സമൂഹത്തിൽ അവശേഷിക്കും. രാത്രി 12 മണിക്ക് എന്തിനാണ് ഒരു സ്ത്രീ പുറത്തിറങ്ങിയത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് രാത്രി 12 മണിക്ക് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു കേൾക്കാത്തിടത്തോളം കാലം സമൂഹം ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകില്ല എന്നാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകൾ അവയിലേക്ക് വരാം. നമ്മൾ ആദ്യം കണ്ടു, ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അർജുനനെ തേടി ആദ്യം പോയി. അർജുൻ ഇന്ന് തിരിച്ചു വരും, നാളെ തിരിച്ചു വരും എന്ന വാർത്തകളുടെ പരമാവധി വാർത്താ പ്രാധാന്യവും റേറ്റിംഗും കൂട്ടുവാൻ മാധ്യമങ്ങൾ മത്സരിച്ചു. എന്നാൽ അർജുൻ ഇനി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ റിമോട്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ലോറി ഇന്ന് കിട്ടും, ലോറി നാളെ കിട്ടും, അല്ലെങ്കിൽ ഈ കിട്ടിയത് ലോറിയുടെ ടയറിൻ്റെ ഭാഗങ്ങളാണ് എന്നൊക്കെ വാർത്തകൾ ചമച്ച് ഷിരൂരിൽ തന്നെ ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ സമയത്താണ് വയനാട്ടിൽ അതിദാരുണമായ ദുരന്തമുണ്ടാകുന്നത്. മാധ്യമ പടം മുഴുവനായി വയനാട്ടിലേക്ക് തിരിച്ചു. വയനാട്ടിലാകട്ടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ആൾക്കാരുടെ മുഖവും അവരുടെ അഭിമുഖവും ഒക്കെ നിർബന്ധിച്ചെടുത്ത് അത് വിറ്റ് കാശാക്കുന്നു. ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഷിരൂരിനും വയനാടിനും ശേഷം എന്ത് എന്ന ചോദ്യത്തിൽ ഇങ്ങനെ എഡിറ്റർ ഡെസ്കിൽ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നു. പിന്നീട് അങ്ങോട്ട് വരുന്ന മാധ്യമങ്ങളുടെ മസാല നിറഞ്ഞ വാർത്തകൾ കണ്ടാൽ തോന്നും ഈ ഭാരതത്തിൽ ഇതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമില്ല എന്ന്. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഏത് ന്യൂസ് വെച്ചാലും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് വന്ന മസാല കലർന്ന പീഡന കഥകളും അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു സംഭവങ്ങളും നടക്കുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. മാധ്യമങ്ങൾക്ക് തങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടുന്ന എന്ത് മസാല ന്യൂസ് ആണെങ്കിലും അതിന് പുറകെ മാത്രം പോയാൽ മതി എന്ന രീതിയിലേക്ക് മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അധപ്പതിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും RR ടോക്സ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് 1-2 പ്രധാനപ്പെട്ട പോയിന്റുകൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ്. ഒന്ന്, ഒരു സ്ത്രീക്ക് ഒരു പീഡനം നടന്നാൽ ഇവിടെ പരാതി കൊടുക്കുവാനോ ശക്തമായി ഒറ്റയ്ക്ക് മുന്നോട്ട് വരുവാനോ ഉള്ള സാമൂഹികവും നിയമപരമായ ഒരു സാഹചര്യം ഇല്ല എന്ന വസ്തുത. രണ്ടാമത്, പരാതിക്കാരിയായ സ്ത്രീയെ എപ്പോഴും കുറ്റക്കാരിയായി അല്ലെങ്കിൽ സ്വഭാവദൂഷ്യമുള്ള ആളായി ചിത്രീകരിക്കാനുള്ള സമൂഹത്തിൻ്റെ ഒരു പ്രവണത. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും സ്ത്രീകൾ വ്യക്തികൾക്കെതിരെ നടത്തുന്ന ഈ രീതിയിലുള്ള ആരോപണങ്ങൾ കളവാണെങ്കിൽ അത് അന്വേഷിച്ച് അവർക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന വസ്തുത. ഏറ്റവും അവസാനമായി ആദ്യം പറഞ്ഞതുപോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ റേറ്റിംഗിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ വാർത്താ റിപ്പോർട്ടിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.